എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെല്ലുലാർ കൺസെപ്റ്റ് എന്താണെന്നാണ്. അതിൽ തന്നെ എന്താണ് സെല്ല്, ഫ്രീക്വൻസി റീയൂസ്, സെൽ സൈറ്റ്. എന്താണ് ഒരു സെല്ലുലാർ കൺസെപ്റ്റ്? സെല്ലുലാർ കൺസെപ്റ്റ് പറയുന്നതിന് മുന്നായിട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വയർലെസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ മൊബൈലിൽ നിന്നും അടുത്തിരിക്കുന്ന ട്രാൻസീവർ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ടവറിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നത് വയർലെസ്ലി ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയാണ്, അതിലെ തന്നെ മൈക്രോവേവ് റേഞ്ച് ഫ്രീക്വൻസിനെ. അപ്പോൾ ഈ റേഞ്ച് ഫ്രീക്വൻസിയിൽ തന്നെ ചെറിയ ഒരു ലിമിറ്റഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി മാത്രമാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സർവീസ് പ്രൊവൈഡേഴ്സിനും ലൈക്ക് ഐഡിയ, ജിയോ, എയർടെൽ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇവരൊക്കെ വാങ്ങിക്കുന്ന ഈ ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, ഈ ഒരു ചെറിയ ഫ്രീക്വൻസി ബാൻഡ് ഉപയോഗിച്ചിട്ട് വേണം ഇവർക്കുള്ള യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് യൂസേഴ്സ് ഉള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ സർവീസ് നൽകാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി ബാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ സർവീസ് ചെയ്യാനായിട്ട് ശരിക്കും കഴിയുകയില്ല. നമുക്ക് ചെറിയ ഫ്രീക്വൻസി ബാൻഡിനെ അതിൽ തന്നെ ചെറിയ ടൈനി ആയിട്ടുള്ള ഫ്രീക്വൻസി ബാൻഡുകൾ ഓരോ യൂസേഴ്സിനും നൽകിയാൽ മാത്രമാണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഒരാൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രീക്വൻസി ബാൻഡ് അലോ ചെയ്യണം. അപ്പോൾ ആ ഫ്രീക്വൻസി ബാൻഡ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അയാൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മറ്റാർക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കില്ല? അടുത്ത ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് സർവീസ് കൊടുക്കാൻ ശരിക്കും സാധിക്കില്ല. ഇങ്ങനൊരു പ്രശ്നം അറൈസ് ചെയ്യും. ഇങ്ങനത്തെ പ്രശ്നങ്ങളെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൺസെപ്റ്റാണ് സെല്ലുലാർ കൺസെപ്റ്റ്. It is a system level idea which calls for replacing a single high power transmitter with many low power transmitters, each providing coverage to a small portion of service area. നമ്മളുടെ കിട്ടിയിരിക്കുന്ന സർവീസ് പ്രൊവൈഡർക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസി ബാൻഡ് ഉപയോഗിച്ച് എൻ്റയർ സ്ഥലത്തുള്ള യൂസേഴ്സിന് സർവീസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിളായിട്ട് കേരളത്തെ മൊത്തം നമുക്ക് സർവീസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആൾക്കാർക്കും നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസി ബാൻഡ് ഉപയോഗിച്ച് സർവീസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ടവർ വെക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു ട്രാൻസീവർ സെക്ഷൻ വെക്കണമല്ലോ. ഈ സെക്ഷൻ കേരളത്തിൻ്റെ നടുക്കായിട്ട് പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ആൾക്കാരുടെ മൊബൈലിൽ നിന്നുള്ള സിഗ്നൽസ് ഈ ടവറിലോട്ട് അല്ലെങ്കിൽ ഈ ട്രാൻസീവർ സെക്ഷനിലോട്ട് വരണം. അല്ലെങ്കിൽ ഈ ട്രാൻസീവർ സെക്ഷൻ അയക്കുന്ന സിഗ്നലുകൾ ഈ മൊബൈലിലോട്ട് എത്തണം. അതിന് വേണ്ടിയിട്ട് ഹൈ പവറിലുള്ള സിഗ്നൽസാണ് ജനറേറ്റ് ചെയ്യേണ്ടി വരിക. വെരി ഹൈ പവർ. എന്നാൽ മാത്രമാണ് അത്രയ്ക്കും ലോങ് ഡിസ്റ്റൻസിലോട്ട് സിഗ്നൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അറ്റുനുവേഷൻ സംഭവിച്ച് ആ എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈ പവർ ട്രാൻസ്മിറ്റർ വേണം ഇവർക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് ആണ്, കോസ്റ്റ്ലി ആണ്, അതൊരു പ്രാവർത്തികമായിട്ടുള്ള കാര്യം അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈ പവർ ട്രാൻസ്മിറ്ററിന് പകരമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു വലിയ സെക്ഷന് പകരം ഈ വലിയ സെക്ഷനെ തന്നെ ചെറിയ ചെറിയ സ്മോൾ പോർഷൻസ് ആക്കി മാറ്റി ആ സ്മോൾ പോർഷനിലോട്ട് സർവീസ് കൊടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്ഥലത്ത് ഒരു ലോ പവർ ട്രാൻസ്മിറ്റർ വെക്കുകയാണ്. കാരണം എന്താ? ഒരു ചെറിയ ഏരിയയിലുള്ള ആൾക്കാരെ മാത്രം സർവീസ് ചെയ്യാനായിട്ട് ആ മൊബൈലിലോട്ട് സിഗ്നൽസ് എത്തണമെങ്കിൽ അത്രയ്ക്ക് പവറുള്ള സിഗ്നലൊന്നും വേണ്ട, ലോ പവർ സിഗ്നൽ മതി. അതുകൊണ്ട് ഈ ഹൈ പവർ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്നതിന് പകരം ലോ പവർ ട്രാൻസ്മിറ്റർ പ്ലേസ് ചെയ്താലായി മതി. ഇതാണ് ഈ സെല്ലുലാർ കൺസെപ്റ്റിൽ പറയുന്നത്. Each base station is allocated a portion of the total number of channel available to the entire system. അതായത് സർവീസ് പ്രൊവൈഡർ വാങ്ങിച്ച
എൻ്റയർ ഫ്രീക്വൻസി ബാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്മോൾ പോർഷൻസ് ആക്കി മാറ്റുന്നു. അങ്ങനെ ഓരോ യൂസേഴ്സിനും കൊടുക്കുന്ന, അതായത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫ്രീക്വൻസി ബാൻഡിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്മോൾ പോർഷൻ ഓഫ് എൻ്റയർ ഫ്രീക്വൻസി ബാൻഡിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഈ ചാനലിലൂടെയാണ് നമ്മൾ ഓരോ യൂസേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? കിട്ടിയിരിക്കുന്ന എൻ്റയർ ആ ഫ്രീക്വൻസി ബാൻഡിനെ സ്മോൾ പോർഷൻസ് ആക്കി മാറ്റി, നമ്മൾ ഈ പറഞ്ഞ ചെറിയ ഏരിയകളാക്കി മാറ്റിയിരുന്നല്ലോ, എൻ്റയർ ജിയോഗ്രഫിക്കൽ ഏരിയ ചെറിയ ഏരിയകളാക്കി മാറ്റിയിട്ട് അവിടെ ലോ പവർ ട്രാൻസ്മിറ്റർ വെക്കുകയല്ലേ ചെയ്തത്, അവർക്ക് നൽകുകയാണ്. അപ്പോൾ എൻ്റയർ ഫ്രീക്വൻസി ബാൻഡിനെ സ്മോൾ പോർഷൻ ആക്കി മാറ്റി ഓരോ സ്മോൾ ഏരിയയിലേക്കും നൽകപ്പെടുന്നു. ഓക്കെ, ഇതാണ് സെല്ലുലാർ കൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമ്മൾ ഈ ജിയോഗ്രഫിക്കൽ ഏരിയ എങ്ങനെയാണ് സ്മോൾ പോർഷൻ ആക്കി മാറ്റുന്നത്? അതിനെന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിരിക്കണ്ടേ? അപ്പം അതിലാണ് നമ്മൾ സെൽ എന്ന കൺസെപ്റ്റ് പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് സെൽ. Cell refers to the geographical area under one base station with single transmitter and receiver. ഞാൻ പറഞ്ഞു സ്മോൾ പോർഷൻ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ എൻ്റയർ ഏരിയയെ. അവിടെ നമ്മളൊരു ട്രാൻസീവർ സെക്ഷൻ വെച്ചിരുന്നു, ലോ പവർ ട്രാൻസീവർ സെക്ഷൻ, അതായത് ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ ഉള്ള സെക്ഷനെയാണ് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഇങ്ങനെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽ എന്ന് പറയുന്നത്. സെൽ റിഫേഴ്സ് ടു ദ ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. അവരുടെ അടിയിൽ എന്തുണ്ടാവും? ആ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ എന്തുണ്ടായിരിക്കും? ട്രാൻസീവർ ഉണ്ടായിരിക്കും. ആ ജിയോഗ്രഫിക്കൽ ഏരിയയെ സർവീസ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ സെക്ഷൻ ഉണ്ടായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. ഇനി ഈ സെല്ലിൻ്റെ സൈസ്, നമുക്ക് എന്തോരം പോർഷൻ ഈ ഒരു ട്രാൻസ്മിറ്റർ റിസീവർ സെക്ഷൻ വെച്ച് സർവീസ് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് 10,000 ആൾക്കാരുണ്ട് ഐഡിയയുടെ സർവീസ് ഉപയോഗിക്കുന്നത്. അപ്പുറത്ത് കുറച്ചങ്ങോട്ട് നീക്കിയ സ്ഥലത്ത് 5,000 പേരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? 5,000 പേര് ഉള്ള അതിനെ ഒരൊറ്റ സെല്ലാക്കി മാറ്റി. അതായത് സെൽ എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ട്രാൻസ്മിറ്ററും റിസീവറും ചേർന്നൊരു ട്രാൻസീവർ സെക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ എത്ര ഉണ്ട്? 10,000 പേരുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ 10,000 പേരുള്ള എൻ്റയർ ഏരിയയെ 2 സെല്ലാക്കി മാറ്റേണ്ടി വരും. 5,000 പേരുള്ള ഒരു സെല്ലും അടുത്ത 5,000 പേരുള്ള അടുത്ത സെല്ലും. അപ്പോൾ ഈ ഏരിയ തന്നെ എന്താക്കി മാറ്റി? 2 സ്മോൾ സെൽസ് ആക്കി മാറ്റി. 5,000 പേരുള്ളതും അപ്പുറത്തും 5,000 പേരുള്ളതും. ആ 5,000 പേരെ സർവീസ് ചെയ്യാൻ ഒരു ട്രാൻസീവർ സെക്ഷൻ വെച്ചു, അതായത് ബേസ് സ്റ്റേഷൻ വെച്ചു. അടുത്ത 5,000 പേരെ സർവീസ് ചെയ്യാനായിട്ട് അടുത്ത ബേസ് സ്റ്റേഷൻ വെച്ചു, അതായത് ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ സെക്ഷൻ. നിങ്ങൾ ഈ പറയുന്ന ടവറിൻ്റെ മുകളിൽ കണ്ടില്ലേ, അത് പ്ലേസ് ചെയ്തു. ഓക്കെ, അതാണ് പറഞ്ഞേക്കണേ. ഫോർ എ ഹെവിലി പോപ്പുലേറ്റ് സിറ്റി ഏരിയാസ് മെനി സ്മോൾ സെൽസ് ആർ യൂസ്ഡ് ടു എൻഷുവർ സർവീസ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇൻ ലെസ് പോപ്പുലേറ്റഡ് റൂറൽ ഏരിയാസ് ഫ്യൂ സെൽസ് ആർ യൂസ്ഡ്. അപ്പോൾ ലെസ് പോപ്പുലേറ്റഡ്, നമുക്ക് കുറച്ച് യൂസേഴ്സ് ഉള്ളുവെങ്കിൽ അവിടുത്തെ സെല്ലിൻ്റെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സെല്ലിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഏത് ടൈപ്പിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ നോക്കാം. നമ്മൾക്കൊരു ജിയോഗ്രഫിക്കൽ ഏരിയ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുക? നമ്മൾ കളിക്കുമ്പോഴൊക്കെ സർക്കിളായിട്ട് അല്ലേ, സർക്കിളായിട്ട് ഇങ്ങനെ നമുക്ക് വട്ടം വരച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താ റെക്റ്റാങ്കിൾ വെച്ചിട്ട് മുറിച്ച് ചെയ്യാം അല്ലേ. അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഒരു സർക്കിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ, ഒരുപാട് ഏരിയ കവർ ചെയ്ത് പോകും ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ. പക്ഷേ ഈ സർക്കിൾ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയെ കുറച്ച് പ്രശ്നങ്ങൾ അറൈസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ
സർക്കിളിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. നമുക്ക് നോക്കാം എന്താണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ അറിയാം ഒരിക്കലും എന്തുണ്ടാവില്ല, ഇവിടെ നോക്കിയാൽ രണ്ടും കൂടി കൊളൈഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു എന്ത് സംഭവിക്കും, അൺഒക്യുപ്പൈഡ് ഏരിയ വരും. അൺഒക്യുപ്പൈഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കുകയില്ല. ഇനി സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കാനേ സാധിക്കുകയുള്ളൂ അല്ലേ. ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഒരു ടവറിൻ്റെ കീഴിൽ, അതായത് ഒന്നിൽ കൂടുതൽ ടവറിൻ്റെ കീഴിൽ തന്നെ ആ ഏരിയ നമുക്ക് സർവീസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. അതുകൊണ്ട് നമ്മൾ സർക്കിളിനെ വേണ്ടാന്ന് വെക്കുകയാണ്. അതിന് പകരം നമുക്ക് എന്തുണ്ട്, ട്രയാങ്കിൾ ആയിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെക്സഗണൽ സ്ട്രക്ചറാണ്. ഹെക്സഗൺ ആണ് മാക്സിമം, സർക്കിൾ കഴിഞ്ഞ മാക്സിമം ഏരിയ കവർ ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം അല്ലേ, ഒരു ഹെക്സഗൺ ഉപയോഗിച്ചിട്ട് ഏരിയകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി എന്നൊക്കെ നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ എന്തെഴുതു, നമ്മൾ ഈ സർവീസ് ചെയ്യേണ്ട വലിയ ഏരിയയെ സ്മോൾ പോർഷൻ ആയിട്ടുള്ള ഹെക്സഗണൽ ഏരിയ ആക്കി മാറ്റാണ്. ഈ ഹെക്സഗണൽ ഏരിയ ആക്കി മാറ്റിയാൽ ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുക, സെൻറ്ററിലാണ് ട്രാൻസീവർ സെക്ഷൻ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ആരെ പ്ലേസ് ചെയ്യുന്നത്, ട്രാൻസീവർ സെക്ഷനെ പ്ലേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടവറിൽ നിന്ന് വരുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ ട്രാൻസീവർ സെക്ഷനിൽ നിന്ന് വരുന്ന സിഗ്നൽസ് സർവീസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ്ലി ഹെക്സഗണൽ ഷേപ്പ് അല്ല. ഈ ഹെക്സഗണൽ ഷേപ്പ് എടുക്കുന്നത് ഇതുപോലത്തെ ഈ സെല്ലുലാർ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇതുപോലത്തെ സിസ്റ്റം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഹെക്സഗണൽ ഷേപ്പ് എടുത്ത് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ ഉണ്ടാകുന്ന സർവീസ് ഏരിയ എന്ന് പറയുന്നത് അമോർഫസ് നേച്ചർ ആയിരിക്കും, അതായത് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ സർവീസ് ചെയ്യുന്ന ഏരിയയെ, അതായത് അമോർഫസ് നേച്ചർ, ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിനെ, സിഗ്നൽസ് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ലഭിക്കുന്ന ഏരിയയാണ് ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുട് പ്രിന്റ്. അപ്പോൾ നമ്മൾ ഒരു ഹെക്സഗണൽ ഷേപ്പാക്കി ഒരു ഏരിയയെ ഡിവൈഡ് ചെയ്തു. അതിനടുത്തുള്ളതിനെ എങ്ങനെയാക്കി മാറ്റും, ഒരു ഹെക്സഗണൽ ഷേപ്പ് തന്നെയായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമുക്കിവിടെ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞിട്ടുള്ള 7 എണ്ണം അല്ലേ, അടുത്തടുത്തുള്ള 7 എണ്ണത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എയോട് അടുത്ത് കിടക്കുന്ന ബി സി ഡി ഇ എഫ് ജി ഇവയെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ എൻ്റയർ ഒരു 7 സെല്ലിനെയാണ് നമ്മൾ പറയുക ക്ലസ്റ്റർ എന്ന് പറയുന്നത്. 7 ആവാം, 4 ആവാം, 12 ആവാം, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൽ സൈറ്റ്? Cell site is used to refer to the physical location of the radio equipment that provides coverage within the cell. Cell site എന്ന് പറയുന്നത് ആ ഒരു ബേസ് സ്റ്റേഷൻ്റെ ട്രാൻസീവർ ഉണ്ടല്ലോ, ഈ ട്രാൻസീവർ സെക്ഷൻ ഉണ്ടല്ലോ, ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഉള്ള ടവറിൽ ഇരിക്കുന്ന സ്ഥലം, അതിനെയാണ് സെൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽ സൈറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ദ ഫിസിക്കൽ ലൊക്കേഷൻ. ഈ ടവർ എവിടെയാണോ ഇരിക്കുന്നത്, ഈ ടവറിൽ ആ ട്രാൻസീവർ സെക്ഷൻ എവിടെയാണോ ഇരിക്കുന്നത്, ആ ഒരു ഫിസിക്കൽ ലൊക്കേഷനെയാണ് എന്ത് പറയുന്നത്, സെൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കാര്യം കൂടി നോക്കാം. എന്താണ് ഫ്രീക്വൻസി റീയൂസ്? നമുക്ക് ഒരു ചെറിയ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ഒരു ചെറിയ ഫ്രീക്വൻസിയെ നമ്മൾ ഓരോ സെല്ലിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞു.
എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 900 മുതൽ 910 മെഗാഹെർട്സ് വരെയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, 900 മുതൽ 910 മെഗാഹെർട്സ് വരെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 900 മുതൽ 910 മെഗാഹെർട്സിൽ 901, 902, 903, 904, 905, 906, 907, 908, 909, 910 ഇങ്ങനത്തെ നമ്പറുകൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 910 എന്നുള്ള ആ 900 മുതൽ 910 എന്നുള്ള മെഗാഹെർട്സ് ഫ്രീക്വൻസിനെ 900 മുതൽ 901 എന്നാക്കി കഴിഞ്ഞ് അതിനെ നമ്മൾ ഒരു സെല്ലിലോട്ട് കൊടുക്കുന്നു. ആ സെല്ലിനെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 900 മുതൽ 901 മെഗാഹെർട്സ് മാത്രമാണ്. അടുത്ത സെല്ലിലോട്ട് കൊടുക്കുന്നത് 901 മുതൽ 902 മെഗാഹെർട്സ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇനി 902 മുതൽ 903 മെഗാഹെർട്സ് ഫ്രീക്വൻസിയാണ് അടുത്ത സെല്ലിലോട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ അടുത്തടുത്തിരിക്കുന്ന സെല്ലിലോട്ട് ഈ എൻ്റയർ ബാൻഡിനെ സ്മോൾ ബാൻഡ്സ് ആക്കി മാറ്റി കൊടുക്കുന്നു. ഇനി നമ്മൾക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തിരിക്കുന്നതിന് അപ്പോൾ വേറെ വേറെ ഫ്രീക്വൻസി ബാൻഡ് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അത് നമ്മളൊരു ക്ലസ്റ്ററിൽ ഉപയോഗിച്ചു. ഇനി അപ്പുറത്തിരിക്കുന്ന അടുത്ത ക്ലസ്റ്ററിൽ നമ്മൾക്ക് ഇതേ ഫ്രീക്വൻസികൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Frequency available for mobile communication are limited to the user demand. യൂസർ ഡിമാൻഡുകൾ അനുസരിച്ചിട്ട് കൊടുക്കാവുന്ന അത്രയ്ക്കുമുള്ള ഫ്രീക്വൻസി ബാൻഡുകൾ നമ്മൾക്ക് ഇല്ല. Frequency reuse is the process in which the same set of frequencies can be allocated to more than one cells. ഒരു സെല്ലിൽ ഉപയോഗിക്കപ്പെട്ട ഫ്രീക്വൻസികൾ മറ്റ് സെല്ലുകളിലും യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. where the cells are separated by sufficient distance. പക്ഷേ ഈ സെല്ലുകൾ തമ്മിൽ സെയിം ഫ്രീക്വൻസീസ് ഉപയോഗിക്കുന്ന സെല്ലുകൾ തമ്മിൽ വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സെയിം ഫ്രീക്വൻസി തന്നെ അപ്പുറത്തും അടുത്ത ആളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫെറൻസസ് ഉണ്ടാകും. ഈ ഫിഗറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണാം, നമ്മുടെ ക്ലസ്റ്റേഴ്സ് കാണാം അല്ലേ, ABCDEFG എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഭാഗത്ത് ഒരു ക്ലസ്റ്റർ കഴിഞ്ഞാൽ അപ്പുറത്തും എന്തുണ്ട്? ABCDEFG എന്ന് പറഞ്ഞ പോർഷൻസ് നമുക്ക് കാണാം. ഇതിൽ എയിലോട്ട് നമ്മൾ പറഞ്ഞ പോലെ 900 മുതൽ 901 മെഗാഹെർട്സ് കൊടുത്തു. ബിയിലോട്ട് 901 മുതൽ 902 വരെ കൊടുത്തു. സിയിലോട്ട് 902 മുതൽ 903 വരെ കൊടുത്തു. അങ്ങനെ നമ്മൾ എൻ്റയർ ക്ലസ്റ്ററിലോട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്ത് കാണുന്ന അടുത്ത ക്ലസ്റ്ററിലെ എയിലോട്ട് നേരത്തെ ഉപയോഗിച്ചിരുന്ന ക്ലസ്റ്ററിലെ എയിൽ ഉപയോഗിച്ച സെയിം ഫ്രീക്വൻസി തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇവ തമ്മിലൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ ആയിരിക്കണം ഇൻ്റർഫെറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എയിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം ഫ്രീക്വൻസി തന്നെ അടുത്ത ക്ലസ്റ്ററിലെ എയിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ ഫിഗർ ദർ ആർ 7 സെൽസ് ഇൻ ഈച്ച് ക്ലസ്റ്റർ. ഈ സെൽസ് ഹാവിങ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. അതായത് ABCDEFGയിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എയും അടുത്ത എയും തമ്മിൽ നമ്മൾ സെയിം ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ സർവീസ് ചെയ്യുന്ന അത്രയും ആൾക്കാർ തന്നെ അപ്പുറത്ത് ഇതേ ഫ്രീക്വൻസി തന്നെ ഉപയോഗിച്ച് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എയിൽ നമുക്ക് എന്തുണ്ട്? 900 മുതൽ 901 വരെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, 900 മുതൽ 901 ഇടയ്ക്ക് ഇനിയും ഫ്രീക്വൻസികളുണ്ട് അല്ലേ? 901.900.1, 900.1, 900.2, 900.3, 900.4 ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ചെറിയ ടൈനി ഫ്രീക്വൻസികളെ നമുക്ക് ഓരോ യൂസേഴ്സിനും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചാനലുകളായി. അപ്പോൾ 900 മുതൽ 901 ഇനിയും ഡെസിമൽ ഇട്ടിട്ടുള്ള വാല്യൂ ഫ്രീക്വൻസികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഫ്രീക്വൻസികളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ യൂസേഴ്സിനും ചാനൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെയിം ഫ്രീക്വൻസികൾ യൂസ് ചെയ്തിരിക്കുന്ന സെല്ലുകളുടെ പേരുകളാണ് നമ്മൾ കോ ചാനൽ എന്ന് പറയുന്നത്.
സെൽസ് വിത്ത് ദ സെയിം ലെറ്റേഴ്സ് യൂസസ് ദ സെയിം സെറ്റ് ഓഫ് ചാനൽ ഫ്രീക്വൻസിനെയാണ് പറയുന്നത് കോ ചാനൽസ്. അപ്പോൾ എന്തുണ്ടാവും? ചില സമയങ്ങളിൽ കോ ചാനൽ ഇൻ്റർഫറൻസസ് ഉണ്ടാവും. എന്താണ്? സെയിം ഫ്രീക്വൻസികൾ അടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസസ് കാണാനായിട്ട് സാധിക്കും. ഓരോ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസികളുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡ്ജസൻറ്റ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെല്ലുലാർ കൺസെപ്റ്റിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.